നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിയെ സംബന്ധിച്ച് വീണ്ടും ഒരു അധികാരം ഉറപ്പിക്കലാണ്, അല്ലെങ്കിൽ ആധിപത്യം ഉറപ്പിക്കലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി പല റാലികളിലും പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും ബി.ജെ.പി തന്നെ അധികാരത്തിൽ വരുമെന്നും താൻ പ്രധാനമന്ത്രിയാകുമെന്നും. എന്നാൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ബാലികേറ മലയായി നിൽക്കുന്ന പ്രദേശമെന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയാണ്. നമുക്കറിയാം, ദക്ഷിണേന്ത്യ ഒഴികെ ബാക്കി എല്ലാ മേഖലയിലും ബി.ജെ.പിക്ക് കൃത്യമായ ആധിപത്യമുണ്ട്. പക്ഷെ ഇപ്പോഴും ദക്ഷിണേന്ത്യയിലേക്ക് കടക്കാൻ എന്തുകൊണ്ടോ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. വളരെ ശക്തമായി പ്രാദേശിക പാർട്ടികളുടെ ഒരു സാന്നിധ്യം ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് കൂടിയാണ് ബി.ജെ.പിക്ക് ഇതുവരെയും ഇങ്ങോട്ടേക്ക് ഈ ദക്ഷിണേന്ത്യൻ കോട്ട പൊളിക്കാൻ സാധിക്കാത്തത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി എങ്ങനെയായിരിക്കും ദക്ഷിണേന്ത്യയിൽ അവരുടെ പ്രകടനം കാഴ്ചവെക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു സർവേ ഫലം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ വോട്ടെടുപ്പിന്റെ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫെഡറൽ പുതിയ തലമുറ ആപ്പ് 2024 പ്രീപോൾ സർവേ അവകാശപ്പെടുന്നത് പ്രകാരം ദക്ഷിണേന്ത്യയിൽ ഇത്തവണ ബി.ജെ.പി ഏറ്റവും നല്ല നേട്ടം കൊയ്യാൻ പോകുന്നത് കർണാടകത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമായിരിക്കും എന്നാണ്. 25 ലോക്സഭാ സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിനുള്ളത്. ഈ ആന്ധ്രാപ്രദേശിൽ നിലവിൽ ഭരിക്കുന്നതാവട്ടെ YSRCP ആണ്. എല്ലാ കാലത്തും കേന്ദ്ര സർക്കാരിനോട് അനുകൂലമായ നിലപാട് YSRCP പുലർത്തി പോരുന്നുണ്ട്. പലപ്പോഴും പല ബില്ലുകളിലും ബി.ജെ.പിക്ക് YSRCPയുടെ എംപിമാരുടെ വോട്ടും ലഭിക്കാറുണ്ട്. അങ്ങനെ മിക്കപ്പോഴും നരേന്ദ്രമോദിക്കൊപ്പം ചേർന്ന് പോകുന്ന ഒരു നിലപാട് തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡി ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. ആ YSRCP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 32.81% വോട്ടുകൾ ആന്ധ്രാപ്രദേശിൽ സ്വന്തമാക്കുമെന്നാണ് ഈ അഭിപ്രായ സർവേ പറയുന്നത്. അതിനോടൊപ്പം അവർ 13 സീറ്റുകൾ കൂടി നേടുമെന്ന് പറയുന്നുണ്ട്. ഗണ്യമായ വോട്ട് വിഹിതം ഈ YSRCPക്ക് നേടാൻ സാധിക്കുമെങ്കിൽ പോലും 2019 അവർ നേടിയ 22 എന്ന സീറ്റിൽ നിന്നും ഒരു വലിയ ഇടിവ് തന്നെയാണ്. ഈ 22 സീറ്റ് എന്നുള്ളതാണ് 13 സീറ്റുകളായി കുറയും എന്ന് അഭിപ്രായ സർവേ പറയുന്നത്. അപ്പോൾ ആരായിരിക്കും ഈ നേട്ടം കൊയ്യുക എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് TDP. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ മാത്രം നേടിയ TDP ഇക്കുറി 11 സീറ്റുകളായി തങ്ങളുടെ നില മെച്ചപ്പെടുത്തുമെന്നാണ് ഈ അഭിപ്രായ സർവേ പറയുന്നത്. അതിനോടൊപ്പം അവർ വോട്ട് വിഹിതവും ഉയർത്തുന്നുണ്ട്. 31.49% വോട്ട് TDP സ്വന്തമാക്കുമെന്ന് പറയുന്നു. ബി.ജെ.പി ആവട്ടെ 11.70 വോട്ട് വിഹിതം നേടും എന്നാണ് അഭിപ്രായ സർവേ പറയുന്നത്. ഇത്രയധികം വോട്ട് ഷെയർ ഉണ്ട് എങ്കിൽ പോലും ഒരു സീറ്റ് മാത്രമേ ബി.ജെ.പിക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നും നേടാൻ സാധിക്കൂ എന്ന് കൂടി ഇവർ പറയുന്നുണ്ട്. അതേസമയം 1.31% നിന്നും 5.72% വോട്ട് ഷെയറുമായി കോൺഗ്രസ് അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തുമെങ്കിൽ പോലും സീറ്റുകളൊന്നും നേടില്ല എന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ എന്തായാലും നമുക്കറിയാം, NDAയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു അനുകൂല നിലപാടാണ് ഈ YSRCPയും TDPയും ജനസേനയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആന്ധ്രാപ്രദേശിൽ സ്വീകരിച്ചു പോകുന്നത്. ഇതിനു മുൻപ് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായ സ്റ്റോറികൾ പങ്കുവച്ചിരുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരൊക്കെ പരസ്പരം ഏറ്റുമുട്ടുമ്പോഴും പാർലമെന്റിലേക്ക് ചെല്ലുമ്പോൾ ഒന്നിച്ചിരിക്കേണ്ടവരാണ്. അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വളരെ രസകരമായി തന്നെ പല ദേശീയ മാധ്യമങ്ങളും അവതരിപ്പിക്കുകയും ഉണ്ടായിരുന്നു. എന്തായാലും ബി.ജെ.പി അവിടെ നേട്ടം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ബി.ജെ.പിക്ക് അവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് മാത്രമല്ല, നേടാൻ അധികം ഉണ്ട് താനും. കാരണം സർവേ പ്രകാരം കോൺഗ്രസ് അവിടെ 0 സീറ്റുകൾ മാത്രമേ നേടുകയുള്ളൂ. നമുക്കറിയാം, ഇക്കുറി ആന്ധ്രാപ്രദേശിൽ YS ശർമിള ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. അങ്ങനെ ചേട്ടനും അനിയത്തിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പ്രത്യേക സാഹചര്യം ആന്ധ്രാപ്രദേശിലുണ്ട്. YS ശർമിളയെ തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിലേക്ക് കൊണ്ടുവന്നിട്ട് പോലും അവിടെ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒരിക്കലും ആന്ധ്രാപ്രദേശിൽ തല ഉയർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ ഒരു സൂചന എന്ന് പറയുന്നത്. ബി.ജെ.പി ഒരു സീറ്റ് എങ്കിലും ആന്ധ്രാപ്രദേശിൽ നിന്നും നേടുകയാണെങ്കിൽ അത് ദക്ഷിണേന്ത്യയിലേക്കുള്ള ബി.ജെ.പിയുടെ ഒരു കോട്ട തുറക്കൽ കൂടിയാണ്. കർണാടക തീർച്ചയായും അവിടെ ഉണ്ട് എങ്കിൽ പോലും കർണാടക ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, തെലങ്കാനയും തമിഴകവും കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ ആന്ധ്രാപ്രദേശിൽ ബി.ജെ.പി ഉണ്ടാക്കുന്നത് ഒരു വലിയ മുന്നേറ്റം തന്നെയായിരിക്കും. നമുക്കറിയാം, ഈ തമിഴ്നാട് പോലെ തന്നെ പ്രാദേശിക പാർട്ടികൾക്ക് വലിയ പ്രാധാന്യം ആന്ധ്രാപ്രദേശിലുമുണ്ട്. ആ ആന്ധ്രാപ്രദേശിലാണ് ഒരു ദേശീയ പാർട്ടി, പ്രത്യേകിച്ചും ഭാരതീയ ജനതാ പാർട്ടി അക്കൗണ്ട് തുറക്കാൻ ഒരുങ്ങുന്നത്. വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ആന്ധ്രാപ്രദേശിനെ ഉറ്റുനോക്കുന്നത്. കാരണം അവിടെ വോട്ട് വിഹിതം ബി.ജെ.പി വർദ്ധിപ്പിക്കുമെന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. NDA അനുകൂല നിലപാടാണ് ബാക്കിയുള്ള പാർട്ടികൾ സ്വീകരിക്കുന്നതെങ്കിൽ പോലും ബി.ജെ.പിക്കും അവിടെ ഒരു റോൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ നൽകുന്ന ഒരു സൂചന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.